ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 231 തുടങ്ങി 233 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വിഷയം ത്വലാഖായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നു ഭർത്താവിന്. അപ്പോൾ ആദ്യം ഭർത്താവ് എന്ത് ചെയ്യണം? ഉപദേശിക്കണം, നല്ല രീതിയിൽ ഉപദേശിക്കണം. ഇനി എന്നിട്ടും ശരിയായില്ലെങ്കിൽ റൂം മാറിക്കിടക്കണം, കിടപ്പറ വിട്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ടും ഈ സ്ത്രീയിൽ നിന്ന് നല്ല മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രഹരങ്ങളൊക്കെ ആവാം, വളരെ ചെറിയ രീതിയിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അതും കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ശരിയാവുന്നില്ലെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് കുടുംബക്കാർ തമ്മിൽ ചർച്ച നടത്തി നിരഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കാം. ഇനി അതും ശരിയായില്ലെങ്കിൽ മാത്രമാണ് ത്വലാഖ് ചൊല്ലിക്കോളാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഭർത്താവ് ഭാര്യനോട് പറയാണ്, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയെന്ന് പറഞ്ഞാൽ അതിന് സാക്ഷികളൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം. അതാണ് നിയമം. ഒരിക്കലും ഭാര്യയുടെ വീട്ടിലോട്ട് പോവാനോ ഈ ഭർത്താവ് ഇനി ഭാര്യനോട് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയാനോ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുക. ഇദ്ദാ കാലഘട്ടം എന്ന് പറയുന്നത് 3 ആർത്തവ കാലമാണ്, അല്ലെങ്കിൽ 3 ശുദ്ധി കാലമാണ്. ഏകദേശം ഒരു 3 മാസമോ 7 ദിവസമോ ഓരോ സ്ത്രീകൾക്കും മാറി മാറി വരും അല്ലേ. അത് ആ ഒരു ടൈം ഈ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണം. അള്ളാഹു എന്തിനാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്? ആദ്യം ഈ സ്ത്രീ ഗർഭിണിയാണോ എന്നറിയണം. പിന്നീട് എന്താണ്, ഇവർ തമ്മിൽ യോജിക്കാനൊരു അവസരം അള്ളാഹു കൊടുക്കുകയാണല്ലേ. ഈ ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കണേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇവർ തമ്മിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇനി ആരെങ്കിലും മനസ്സൊന്നും അലിഞ്ഞു ഒരു ചിരിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ അതൊരു അവസരമായിട്ട് അള്ളാഹു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിനിടയിൽ ഈ ഭർത്താവിന് പിണക്കൊക്കെ മാറിയെങ്കിൽ ഈ സ്ത്രീയെ തിരിച്ചെടുക്കാം. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇവർക്ക് ഒരുമിച്ച് അങ്ങോട്ട് ജീവിച്ച് പോയാൽ മതി. അങ്ങനെ പിന്നീടും ജീവിതം തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായി. അങ്ങനെ രണ്ടാമതും ഈ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ഈ സ്ത്രീ പിന്നെയും ഒരു 3 ആർത്തവകാലം ഇതായിരിക്കണം. ഈ ത്വലാഖ് ചൊല്ലേണ്ട സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശുദ്ധികാലത്താണ് ത്വലാഖ് ചൊല്ലാൻ പറ്റുള്ളൂ. ആർത്തവ സമയത്ത് ചൊല്ലാൻ പാടില്ല. ഈ ശുദ്ധികാലത്ത് തന്നെ എന്താണ്, ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ശുദ്ധികാലവും ആയിരിക്കണം. അതാണ് ത്വലാഖ് ചൊല്ലേണ്ട സമയത്തിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ രണ്ടാമതും ത്വലാഖ് ചൊല്ലി ഈ സ്ത്രീ 3 ആർത്തവകാലം ഇതായിരുന്നു. അതിനിടയിൽ പിന്നെ ആ ഭർത്താവിന് തോന്നിയാൽ പിണക്കൊക്കെ മാറിയെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടുപേർക്കും തൃപ്തിയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ പിന്നെയും പോയി 3-ാമതും ഇയാൾ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഈ 2 ചാൻസ് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി 3-ാമത് ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഈ ഭാര്യനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റണത് 2 പ്രാവശ്യമാണ് ത്വലാഖ്. അത് ത്വലാഖ് റജഈ എന്ന് പറയും. അതാണ് അത്വലാഖു മറത്താൻ നമ്മൾ പറഞ്ഞത്. 2 പ്രാവശ്യമാണ് ത്വലാഖ് എന്ന് പറഞ്ഞത്. ഈ തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖിനെ പറ്റിയായിരുന്നു. പിന്നെ 3-ാമത്തെ ത്വലാഖിന് ത്വലാഖ് ബാ എന്ന് പറയും. പിന്നീട് ഇയാൾക്ക് ഈ ഭാര്യനെ തിരിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഈ ഭാര്യ ഇദ്ദാകാലം പൂർത്തിയാക്കി വേറെ ഒരാൾ സ്വാഭാവികമായും വിവാഹം കഴിച്ച് അവർ തമ്മിൽ ജീവിച്ചതിന് ശേഷം സ്വാഭാവികമായ ത്വലാഖ് നടന്നാൽ മാത്രമേ ആദ്യത്തെ ഭർത്താവിന് ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ത്വലാഖിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു പേജിലും വരണത്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്ത്രീയെ വിവാഹമോചനം ചെയ്തതിന് ശേഷം അവളുടെ അവധി എത്തിയാൽ, അത് അജലെത്തിയാൽ എന്ന് വെച്ചാൽ എന്താണ്, ഇദ്ദാകാലം പൂർത്തിയാക്കാനായാൽ, 3 ആർത്തവകാലം തീരാനായാൽ ഇയാൾ എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കണോ അല്ലേ. ഈ ഭാര്യനെ നല്ല രീതിയിൽ കൂടെ നിർത്തണോ അല്ലെങ്കിൽ പിരിച്ചുവിടണോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ട സമയമായി. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ ഇവരെ കൂടെ നിർത്തുകയാണെങ്കിൽ മര്യാദപൂർവ്വമായിരിക്കും. ബി മഅറൂഫ് എന്നാണ് അള്ളാഹു പറഞ്ഞേക്കണേ. പിന്നെ നിങ്ങൾ ഇവരെ പിരിച്ചു വിടുകയാണെങ്കിലും
മര്യാദപൂർവ്വമായിരിക്കണം വിടണ്ടേന്നാണ് അള്ളാഹു ഇവിടെ ഈ ഇത്രയും ഭാഗത്ത് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതാ ത്വല്ലഖത്തു മുന്നിസ, ഇതാന്ന് വെച്ചൊരു സന്ദർഭമാണ് അല്ലേ. വാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻഡ് എന്നുള്ള അർത്ഥമാണ്, മുമ്പത്തെ ആയത്തുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ത്വല്ലഖത്തും, നിങ്ങൾ ത്വലാക്ക് നടത്തിയാൽ, നിസാ സ്ത്രീകളെ, ഫബലഅന, ഫ എന്ന് വെച്ചാൽ എന്നാൽ, അല്ലെങ്കിൽ എന്നിട്ട്, ബലഗ എന്ന് വെച്ചാൽ എത്തി എന്നാണ്. ഫബലഗന എന്നിട്ട് അവർ എത്തി, അജലഹുന്ന, അജലെന്ന് വെച്ചാൽ അവധി. അപ്പോൾ അജലഹുന്ന ആ സ്ത്രീകൾ അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഫഅംസികൂഹുന്ന എന്നാൽ നിങ്ങൾ അവരെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ കൂടെ നിർത്തുക, ബിമഅറൂഫ് സദാചാര മര്യാദ പ്രകാരം, ഔ അല്ലെങ്കിൽ സരിഹൂഹുന്ന നിങ്ങൾ അവരെ പിരിച്ചുവിടുക, ബിമഅറൂഫ് മര്യാദപൂർവ്വം തന്നെ. അപ്പോൾ ഈ മഅറൂഫ് എന്ന പദത്തിന് അർത്ഥം അറിയപ്പെട്ടത് എന്നാണ്. അറഫ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണ്. മഅറൂഫ് അറിയപ്പെട്ടത് എന്നാണ്. ഇപ്പോൾ ഖുർആന് മഅറൂഫ് എന്നുള്ള വാക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നന്മ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഅറൂഫ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതും മുൻകർ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് തിന്മയെ സൂചിപ്പിക്കാനുമാണ്. അപ്പോൾ ഇവിടെ അറിയപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട അറിയപ്പെട്ട കാര്യം, അതാണല്ലോ നന്മ. എല്ലാവരും അംഗീകരിക്കണ എപ്പോഴും നന്മയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മഅറൂഫ് എന്നുള്ളൊരു പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാഹു. അപ്പോൾ നിങ്ങൾ അവരെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, അവരെ നിങ്ങളുടെ കൂടെ നിർത്തുകയാണെങ്കിലും മര്യാദപൂർവ്വമായിരിക്കണം, അവരെ പിരിച്ചു വിടുകയാണെങ്കിലും മര്യാദപൂർവ്വം. നമ്മളിപ്പോൾ ഒരാളെ സെൻഡ് ഓഫ് കൊടുത്ത് വിടില്ലേ, നല്ല രീതിയിൽ പിരിച്ചു വിടുകയാണ് അല്ലേ. ഇനിയിപ്പോൾ എങ്ങനത്തെ ആളാണെങ്കിലും വിടുമ്പോൾ നല്ല രീതിയിൽ വിടണം എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തരണത്. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇവരെ പിടിച്ചു വെക്കരുത്. എന്തിനു വേണ്ടി? അവളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി. ഇപ്പോൾ ഒരു ഭർത്താവ് വിചാരിക്കുകയാണ്, ആദ്യം ത്വലാക്ക് ചൊല്ലി കാലം തീരാനായപ്പോൾ വിചാരിച്ചു, ഇനിയിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് വേറെ വിവാഹം കഴിക്കാം, ചിലപ്പോൾ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ ഇപ്പം അവൾ സുഖമായിട്ട് ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഭർത്താവ് ഈ ഭാര്യനോട് പറയാണ്, കാലം തീരാനായപ്പോൾ പറയാണ്, ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറയാം. എന്നിട്ട് പിന്നെ ഈ സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ത്വലാക്ക് ചൊല്ലി എന്ന് പറയും. അപ്പോഴും ഈ ഭാര്യ 3 ആർത്തവകാലം കാത്തിരിക്കണം അല്ലേ. അങ്ങനെ ഒരാളും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചെടുക്കണ്ട എന്നാണ് അള്ളാഹു പറഞ്ഞത്. വലാ തുംസിക്കൂഹുന നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കരുത്. ലിറാറൻ ലിത്തഅത്തദു നിങ്ങൾ ദ്രോഹം ചെയ്യുവാൻ വേണ്ടി, അതിന് കവിഞ്ഞവനായിട്ട് ദ്രോഹം ചെയ്യുവാൻ വേണ്ടി ഒരിക്കലും നിങ്ങളൊരു സ്ത്രീകളെയും പിടിച്ചു വെക്കരുത്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഒരിക്കലും ആ സ്ത്രീനോടല്ല ഉപദ്രവം ചെയ്യണത്, നിങ്ങളെ തന്നെയാണ് ഉപദ്രവം ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നാണ് അള്ളാഹു പറയണത്. ഈ പുരുഷൻ എപ്പോഴും വിചാരിക്കണം എന്താണ്, ആ സ്ത്രീനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ തിരിച്ചെടുക്കണമെങ്കിൽ അള്ളാഹു പറയാണ്, ഒരിക്കലും നിങ്ങൾ ആ സ്ത്രീനെ അല്ല നിങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കുന്നതെന്നാണ് അടുത്ത ഭാഗം പറയണത്. വമൻ യഫ്അൽ, ഫഅല എന്ന് വെച്ചാൽ പ്രവർത്തിച്ചു. അപ്പം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതുപോലെ, ദാലിക്കാത് ഈ മുമ്പ് പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചാൽ, ഫഖദ് തീർച്ചയായും ലൊലമ നഫ്സ അവൻ അക്രമം ചെയ്യുന്നത് അവനോട് തന്നെയാണ്. ഇനി വലാ തത്തഖിദു നിങ്ങൾ ആക്കരുത്, ആയാത്തില്ലാഹി ഹുസുവ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ പരിഹാസമാക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ നിയമ നടപടികളാണല്ലേ. നമ്മൾ ത്വലാക്ക് ചൊല്ലിയാൽ 3 ആർത്തവകാലം യുദ്ധമായിരിക്കണം, പിന്നെ തിരിച്ചെടുക്കാം എന്നൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ നിയമവ്യവസ്ഥകളാണ്. അതിനെ നിങ്ങൾ ഒരിക്കലും പരിഹാസമാക്കരുത്. അള്ളാഹു എന്തിനാണ് തിരിച്ചെടുക്കാൻ ഒരു അവസരം തന്നത്? നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒരിക്കലും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം അള്ളാഹു പറയുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും തിരിച്ചെടുക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ പരിഹാസമാക്കുകയാണ് ചെയ്യണത്. നിങ്ങളതൊരിക്കലും ചെയ്യരുത് എന്നാണ് അള്ളാഹു പറയണത്. പിന്നെ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. എന്തനുഗ്രഹമാണ് അള്ളാഹു നൽകിയത്? വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ നിങ്ങൾക്ക് എന്താണ് വിജ്ഞാനവും തരാനായിട്ട് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. ആ നിഅമത്ത് നിങ്ങൾ ഓർക്കുക. യഅലിക്കും ബി നിങ്ങൾ എന്തിനാണ് ഈ വേദഗ്രന്ഥം നമുക്ക് നൽകിയത്? അത് മുഖേന നിങ്ങൾ നല്ല മാർഗം, നേർമാർഗത്തിലാവാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് അതിൽ തന്നിട്ടുള്ളത്. ആ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം നിങ്ങൾ അറിഞ്ഞു വെച്ചോ, അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ എന്നാണ് അള്ളാഹു ഇവിടെ ഒരു താക്കീത് നൽകിക്കൊണ്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തും ഈ തുടക്കം ഇതുപോലെ തന്നെയുള്ള ആയത്തുകളാണ് വരുന്നത്. വഇദാ ത്വല്ലഖതുമുൻ നിസാ നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ, ഫബലഗന അജലഹുന്ന ഇവിടെ പറയണത് അവരവരുടെ അവധി പൂർത്തിയായാൽ എന്നാണ്. അവരുടെ അവധി എത്തുക എന്ന് വെച്ചാൽ ഈ ആയത്തിൽ ഉദ്ദേശം ഈ ഇദ്ദാകാലം 3 ആർത്തവകാലം പൂർത്തിയായാൽ നിങ്ങൾ പിന്നെ പറഞ്ഞു തരണമല്ലോ. ഈ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ വീട്ടിലോട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പോകുമല്ലേ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ല രീതിയിലാവാനാണെങ്കിൽ മാത്രമേ പിടിച്ചു വെക്കാൻ. ഇനി അങ്ങനെ ഈ ഭാര്യയുടെ വീട്ടിലോട്ട് പോയി
പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും പിന്നെയും മനസ്സിന് വിഷമം. അയ്യോ, വീണ്ടും ഒന്നിക്കാമായിരുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ വീട്ടുകാർ ഒരിക്കലും അവരുടെ ഒന്നിക്കലിനെ തടയരുത് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഭർത്താവിന് ഈ ഭാര്യനെ തിരിച്ചെടുക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ട, നേരെ അവരൊന്നിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ കാലം പൂർത്തിയാക്കി ഭാര്യയുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഈ ഭാര്യനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നിക്കാഹ് നടത്തണം. അതാണ് അള്ളാഹു പറയണത്. അങ്ങനെ നിക്കാഹിന് വേണ്ടി ഈ ഭർത്താവ് ആലോചിച്ച് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരെ മുടക്കിയിടാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കട്ടാം. ഇതാ തൊല്ലക്കത്തുമുൻ നിസാ, നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ ഫബലഗന അജലഹുന്ന, അങ്ങനെ ആ സ്ത്രീ അവളുടെ അവധി എത്തിക്കഴിഞ്ഞു. ഫലാ തഅളുലൂഹുന്ന, നിങ്ങൾ അവരെ മുടക്കിയിടരുത്. അയ്യങ്കിഹ്ന, അവരെ നിക്കാഹ് ചെയ്യുന്നതിൽ നിന്ന്, അവരെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന്, അസ്വാജഹുന്ന, അവരുടെ ഭർത്താക്കളെ, ഇതാ തറാലൗ ബൈനക്കും ബിൽ മഅറൂഫ്, രണ്ടുപേരും പരസ്പരം തൃപ്തിപ്പെട്ട് മര്യാദപൂർവ്വം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ അവരെ മുടക്കിയിടാൻ പാടില്ല. ഈ നിയമം എത്ര പേർക്ക് അറിയാമെന്ന് അള്ളാഹു ആലം അല്ലേ? കാരണം നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വളരെ കുറവ് കേട്ടിട്ട് തന്നെ ഇല്ല. വിവാഹമോചനം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു വിവാഹം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടന്ന സംഭവം അങ്ങനെ അത്ര കോമൺ ആയിട്ടൊന്നും നമ്മൾ കേട്ടില്ല, തീരെ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും? ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ 3 തൊലാക്ക് ഒന്നിച്ചൊക്കെ ചൊല്ലി മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 തൊലാക്ക് ചൊല്ലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു നിയമമൊക്കെ അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ അല്ലേ? അപ്പോൾ പറയാണ്, ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന്. അപ്പോൾ ഇത് ആരെയൊക്കെ ഉണർത്തിയിട്ടാണ് പറയണത്? ഈ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ശരി, സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളായാലും, സ്ത്രീകളുടെ വീട്ടുകാരായാലും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരണത്. അപ്പോൾ ഇതിലൊരു സംഭവം, ഈ ആയത്ത് അവതരിക്കാൻ ഇടയായൊരു സംഭവം ഹദീസിൽ പറയുന്നുണ്ട്. ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ചൊരു സംഭവം. മഅക്കൽ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ആ വിവാഹം കഴിച്ചു കൊടുത്തു. അവർ തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ആയി. ഈ സഹോദരിയുടെ ഭർത്താവ് ഈ സ്ത്രീയെ ത്വലാക്ക് നടത്തി. ആ ഇദ്ദ കഴിയണ വരെയൊന്നും അയാൾ ഈ സ്ത്രീയെ തിരിച്ചെടുത്തില്ല. അങ്ങനെ ഈ സ്ത്രീ തിരിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും, അപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞാൽ എന്താ, സ്ത്രീക്ക് വേറെ വിവാഹാലോചന വരുമല്ലേ? അങ്ങനെ വിവാഹാലോചന വന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും ഉണ്ട് ഇയാൾ ആദ്യത്തെ ഭർത്താവ് വിവാഹം ആലോചിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഈ സ്വഹാബിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഹേ വിഡ്ഡി, നിനക്കല്ലേ ഞാൻ ആദ്യം വളരെ നിന്നെ ആദരിച്ചുകൊണ്ട് എൻ്റെ സഹോദരിയെ വിവാഹം ചെയ്ത് തന്നത്. ഇനി അള്ളാഹു ആണ് ഒരിക്കലും എൻ്റെ സഹോദരി നിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇയാളുടെ സഹോദരിക്കും ഈ ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹവുമുണ്ട്. പക്ഷെ അപ്പോൾ അത് അള്ളാഹു അറിഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്ത് അവതരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഈ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ, ആ ഭർത്താവിനും ആ സ്ത്രീക്കും ആദ്യം ഒന്നിക്കണം എന്നൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ആരും അതിന് എതിര് നിൽക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരണത്. പിന്നെ ദാലിക യു അലുബിഹി, ഇതെന്താണ്? ഇത് അള്ളാഹു നമുക്ക് നൽകുന്ന സതുപദേശമാകുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഒരു സതുപദേശമാകുന്നു ഇത് എന്നാണ് അള്ളാഹു പറഞ്ഞിരുന്നത്. ദാലിക്കും അസ്കാലക്കും വാത്തഹർ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ശുദ്ധമായതും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവർ ഒന്നിച്ചു പോകാൻ റെഡി ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട്, നിങ്ങൾ ആകട്ടെ ഒന്നും അറിയുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ഒരു വിഷയത്തിലും എന്താണ് വിഷയവും ഇത് തന്നെയാണ്. ഇപ്പോൾ ത്വലാക്ക് നടന്നാൽ കുട്ടികളുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുള്ള സമയത്ത് ത്വലാക്ക് നടക്കാം, അല്ലെങ്കിൽ ഗർഭിണിയായ സമയത്തും ത്വലാക്ക് നടക്കാമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത്. വൽ വാലിദാത്തു യുർലിഅന ഔലാദഹുന്ന, മാതാക്കൾ അവരുടെ കുട്ടികൾക്ക് മുല കൊടുക്കണം. ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വർഷം എന്നാണ് പറഞ്ഞു തന്നെ. അപ്പോൾ എന്താണ്, ഏതൊരു മാതാവും, ഇപ്പോൾ ത്വലാക്ക് നടന്ന സ്ത്രീ ആവട്ടെ അല്ലാത്തവളാകട്ടെ, തൻ്റെ കുഞ്ഞിന് 2 വർഷക്കാലം പൂർണ്ണമായും മുലപ്പാൽ കൊടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്.
പിന്നെ അള്ളാഹു പറഞ്ഞു അതൊരിക്കലും ഒരു കൽപ്പനാരൂപത്തിലൊന്നുമല്ല, നിർബന്ധമായ കാര്യമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഏറ്റവും നല്ലത് അതാണെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് പറഞ്ഞു തരാണ്. അപ്പോൾ പറയാണ് ലിമൻ അറാദ അൻ യുത്തിമ്മറല്ലാ, മുലകുടി പൂർത്തിയാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർ 2 കൊല്ലം പൂർത്തിയാക്കി കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ കുട്ടിക്ക് ഏറ്റവും ഉത്തമം 2 വർഷം കൊടുക്കൽ തന്നെയാണ്. ഇനി ബാക്കി എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും അപ്പോഴും ഈ പാലിൻ്റെ ആവശ്യം 2 വയസ്സ് വരെ ഉണ്ട് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ത്വലാക്ക് നടന്ന സ്ത്രീ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഗർഭിണി ആണെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ത്വലാക്ക് നടന്ന സ്ത്രീ ആയിക്കോട്ടെ, ഗർഭിണി ആണെങ്കിൽ അവരുടെ ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത് പ്രസവം കഴിയുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ ആ ഭർത്താവിൻ്റെ അല്ലാണ്ടായി മാറിയല്ലേ. അപ്പോൾ ഒരിക്കലും പിന്നെ ഇയാളിഞ്ഞ് നോക്കൂല എന്ന് പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. കാരണം ഈ കുട്ടി ആരുടെയാണ്? ഇയാളുടെയാണ്. അപ്പോൾ കുട്ടിയുടെ ചിലവും ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് ഈ ഉമ്മ ആയതുകൊണ്ട് ഉമ്മയുടെ ചിലവും 2 വയസ്സ് വരെ ഈ ഭർത്താവ് തന്നെ വഹിക്കേണ്ടതാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നത്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ബിൽ മാറൂഫ് എന്നാണ്. മൗലൂദ് എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കാണോ ഈ കുട്ടി ജനിച്ചത് അയാൾ, അതായത് പിതാവ് എന്നാണ് അർത്ഥം. വലത് എന്ന് വെച്ചാൽ എന്താണ്? കുട്ടിയാണ് അല്ലേ. ആ കുട്ടി ആരുടേതാണോ, മൗലൂദ് എന്ന് വെച്ചാൽ ആർക്കാണോ ഈ കുട്ടി ജനിച്ചത് അയാളാണ്, അയാളുടെ മേലാണ് ബാധ്യതയുള്ളത്. എന്തൊക്കെ? റിസ്ഖുഹുന്ന, അവരുടെ ഭക്ഷണം, ഈ മാതാവിൻ്റെയും പിന്നെ കുട്ടിയുടെയും, വകിസ്വത്തുഹുന്ന, അവരുടെ വസ്ത്രവും, ഇത് രണ്ടും ഈ ഭർത്താവിൻ്റെ മേലാണ്. ബിൽ മാറൂഫ്, അവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് മാറൂഫ് എന്നാണ്. മര്യാദപൂർവ്വം അവരുടെ ചെലവ് നോക്കേണ്ടത് ആരാണ്? ഈ കുട്ടി ആരുടേതാണോ അയാളാണ് നോക്കേണ്ടത്. അള്ളാഹു പറഞ്ഞു ഈ ചിലവൊക്കെ നോക്കണം എന്ന് പറഞ്ഞെങ്കിലും അള്ളാഹു ഒരാളോടും അവരുടെ കഴിവിൽപ്പെട്ടതിൽ കൂടുതൽ അള്ളാഹു ശാസിക്കുന്നില്ല എന്ന് പറഞ്ഞുതരാണ്. ലാ തുകല്ലഫ് നഫ്സുൻ ഇല്ലാ വുസ്അഹ, ഒരു ദേഹത്തോടും അതിൻ്റെ കഴിവനുസരിച്ചല്ലാതെ അള്ളാഹു ശാസിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 2 ലക്ഷം സാലറി ഉള്ള ഒരാളും ഒരു 20,000 സാലറി ഉള്ള ഒരാളും ഒരുപോലെ ചെലവഴിക്കണം എന്ന് അള്ളാഹു പറയണില്ല. 2 പേരുടെയും വരുമാനം അനുസരിച്ച് അതിൻ്റേതായ മാന്യമായ രീതിയിൽ ഇവരുടെ ചെലവിനാവശ്യമായ തുക കൊടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞു ലാ തുളാറ വാലിദത്തും ബി വലദിഹ, ഒരു മാതാവും അവളുടെ ഈ കുട്ടി കാരണം ഉപദ്രവിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കുട്ടി കാരണം ആ മാതാവ് ഉപദ്രവിക്കപ്പെടുക? ഈ ഭർത്താവിന് ചിലപ്പോൾ പറയാം ഞാൻ എൻ്റെ കുട്ടിയാണ്, ഞാൻ തരൂല, കുട്ടീനെ തരൂല എന്ന് പറഞ്ഞാൽ ആ മാതാവിന് വിഷമല്ലേ, പാല് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കുക ഈ കുട്ടീനെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോക്കിക്കോ, ചിലവിന് കൊടുക്കാണ്ടിരിക്കുക, എനിക്ക് പറ്റില്ല, എൻ്റെ അല്ല, എനിക്ക് നോക്കേണ്ട ബാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഈ മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ചിലവിനും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല, അങ്ങനെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമല്ലേ. ഇനി അതുമല്ല, ഈ ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് വേറെ വിവാഹം കഴിക്കാനുള്ള സമയമാണ് അല്ലെ, വേണമെങ്കിൽ വിവാഹം കഴിക്കാം. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ പേരും പറഞ്ഞ് അവരുടെ വിവാഹം മുടക്കി നിർത്താനും പാടില്ല. അങ്ങനെ ഒരു തരത്തിലും ഈ ഒരു സ്ത്രീയെ കുട്ടിയുണ്ട് എന്നതിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പിതാവിൻ്റെ കാര്യവും പറയണത്. വല മൗലൂദുൻ ലഹു ബി വലതി, ഒരു കുട്ടി കാരണം അവൻ്റെ പിതാവും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അപ്പം ആ പിതാവ് എങ്ങനെയായിരിക്കും ഉപദ്രവിക്കപ്പെടുക? ഈ ഉമ്മ പറയാണ് എനിക്ക് പാലൊന്നും കൊടുക്കാൻ പറ്റൂല, എൻ്റെ കുട്ടിയല്ല, ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറഞ്ഞ് കുട്ടീനെ നോക്കാണ്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ, ഈ വാപ്പ ബുദ്ധിമുട്ടും അല്ലേ. അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി അല്ല, കുട്ടീനെ കൊടുത്തു കഴിഞ്ഞിട്ട് പറയാണ് ഇനി വാപ്പാക്ക് കാണാൻ ഞാൻ തരൂല, കുട്ടീനെ കാണാൻ വന്നാൽ കാണാൻ തരൂല എന്ന് പറയാൻ പാടില്ല. ഇനി അങ്ങനെയും അല്ല, ഇപ്പം കൊടുക്കണ പൈസ 20,000 രൂപ ശമ്പളമുള്ള ഒരാൾ 5,000 രൂപ കൊടുത്തിട്ട് പറയാണ് ഇതുകൊണ്ട് എനിക്കൊന്നും ആവില്ല, കുട്ടിക്കൊന്നും കൊടുക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ബഹളം വയ്ക്കാൻ അതും പാടില്ല. 2 പേരും മര്യാദ രീതിയിൽ, എന്നാൽ 2 പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ കുട്ടീനെ നോക്കണം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ അലൽ വാരിസി മിസ്ലു ദാലിക് എന്താണ്? അവരുടെ അനന്തരാവകാശികളിലുമുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ പറയണത് എന്തായിരിക്കും? ഇപ്പം ഈ ത്വലാക്ക് നടന്നു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് മരണപ്പെട്ടു എന്നൊക്കെയാണ്. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെയും ഭാര്യയുടെയും കാര്യം എന്തായിരിക്കും? ആര് നോക്കും? അപ്പോൾ വേറെ ആർക്കും ഇനി അത് ബാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഈ അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്ത് ഉണ്ടാവുമല്ലോ, അനന്തര അവകാശികളുണ്ടാവും, അവർക്ക് ബാധ്യതയാണ് ഈ കുട്ടീനെയും ഈ ഉമ്മാനെയും ഈ മുലകൊടി കഴിയണവരെ നോക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അവർക്കും ഇതിൽ ബാധ്യതയുണ്ട് എന്ന് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പറയണത് ഫഇൻ അറാദ ഫിസ്വാലൻ അൻ തറാലിം മിൻഹുമ, ഇനി 2 പേരും പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് ഇവർ ഈ കുട്ടിയുടെ മുലകുടി നിർത്താൻ ഉദ്ദേശിച്ചാൽ, തശാവൂർ എന്ന് വെച്ചെന്താണ്? നിങ്ങൾ പരസ്പരം കൂടി ആലോചിച്ചു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. 2 പേരും കൂടി തീരുമാനിച്ച് 2 കൊല്ലം എത്തണേലും മുമ്പേ തന്നെ നമ്മൾ മുലകുടി നിർത്താൻ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈഹിമ, എന്നാൽ 2 പേരുടെ മേലും തെറ്റില്ല. എന്തെങ്കിലും ന്യായമായ കാരണങ്ങൾ കൊണ്ട് 2 പേരും പറയാണ് എന്നാൽ ഇത്രയും മതി, 1.5 വയസ്സായപ്പോൾ പറയാണ് മതി എന്ന് പറയുകയാണെങ്കിൽ
അങ്ങനെ നിർത്തണേലും നിങ്ങൾക്ക് തെറ്റില്ല. ഇനി വേറൊരു കാര്യം പറയണമല്ലോ, ഇനിയിപ്പോൾ ഈ ഉമ്മാക്ക് കൊടുക്കാൻ പറ്റില്ല, പകരം ഈ ഭർത്താവിന് വാപ്പാക്ക് വേറൊരു സ്ത്രീയെ മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. അതും എങ്ങനെ ആയിരിക്കണം, രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടായിരിക്കണം. ഒരാളുടെ ഒറ്റയ്ക്ക് ഇനി നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ട് ഏൽപ്പിക്കലല്ല, രണ്ടുപേരും കൂടി ആലോചിച്ച് നിങ്ങൾക്ക് വേറൊരാളെ ഏൽപ്പിച്ച് കുട്ടീനെ ഏൽപ്പിക്കണേലും തെറ്റില്ല എന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. വ ഇൻ അറത്തും, നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അൻ തസ്തർലിഉ ഔലാദക്കും, നിങ്ങളുടെ സന്താനങ്ങൾക്ക് മുല കൊടുപ്പിക്കുവാൻ, ഫലാ ജുനാഹ അലൈക്കും, എന്നാൽ നിങ്ങളുടെ മേൽ തെറ്റില്ല, ഇദാ സല്ലംതും, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, മാ ആതൈതും ബിൽ മഅറൂഫ്, അപ്പോൾ അവർക്കും എന്ത് വേണം, നിങ്ങൾ മര്യാദപൂർവ്വം അവർക്കും അതിനുള്ള പ്രതിഫലം കൊടുക്കണം. നിങ്ങളുടെ കുട്ടിക്ക് പാല് കൊടുക്കണതിനുള്ള പ്രതിഫലം നിങ്ങൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിലും തെറ്റില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാവിൻ്റെ അനുമതി കൂടാതെ ഒരു പിതാവിന് കൊണ്ടുപോയിട്ട് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. രണ്ടുപേരുടെയും അനുവാദപ്രകാരം, സമ്മതപ്രകാരം ആയിരിക്കണം അങ്ങനെ വേറൊരു ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയണത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ അറിഞ്ഞു വെച്ചോ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ പറ്റി അള്ളാഹു അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ എന്നൊരു താക്കീതാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് പറയണത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിലും അല്ലേ, ഈ ആദ്യത്തെ ആയത്തിലും അള്ളാഹു ഇങ്ങനത്തെ ഒരു താക്കീതാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യണതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അള്ളാഹു ഈ നിയമങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതിനെ എങ്ങനെയൊക്കെ മാറ്റി മറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ചെറിയ കാര്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആകെ 3 ആയത്തേ ഉള്ളൂ ഈ ഒരു പേജിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ത്വലാക്ക് നടത്തി കഴിഞ്ഞിട്ട് ഈ സ്ത്രീയെ പിരിച്ചു വിടുകയാണെങ്കിലും കൂടെ നിർത്തുകയാണെങ്കിലും ഏറ്റവും മര്യാദപൂർവ്വമായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. ഇനി എന്തൊക്കെ തന്നെ പ്രശ്നം കൊണ്ടാണെങ്കിൽ പോലും അവരോട് ഏറ്റവും നല്ല മര്യാദ രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ഭാര്യനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വയ്ക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞു വെച്ചോ, എന്താണ് അള്ളാഹു പറയാണ്, നിങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കണം, ഒരിക്കലും ആ സ്ത്രീയല്ല ഉപദ്രവിക്കണേന്ന് പറയാണ്. ഇപ്പം ചിലവരുണ്ടല്ലേ, ഈ ഭർത്താവിന് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഭർത്താവായിട്ട് തൊലാക്ക് ചൊല്ലി ഇയാൾക്കൊന്നും കിട്ടൂലല്ലോ. അതേസമയം തിരിച്ച് ഭാര്യനെ അടങ്ങേറാക്കി ബുദ്ധിമുട്ടിച്ച് ഭാര്യ ഹുല് നടത്തിയാലോ, അപ്പം അയാൾക്ക് ആ ഭാര്യ ഇങ്ങോട്ട് തരണം അല്ലേ, മഹർ തിരിച്ചു തരണം. പിന്നെ എന്തെങ്കിലും നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു തന്നിട്ട് വേണം ഈ ഹുല് നടത്താൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ഭാര്യനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മര്യാദ രീതിയിൽ നിങ്ങൾ അവരെ ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്, അടുത്ത ആയത്തിൽ പറഞ്ഞു, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഇദ്ദാ കാലഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു, ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഭാര്യ തിരിച്ചുപോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഗ്രഹം വരികയാണ്, ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും വീട്ടുകാരോട് പറയാണ്, നിങ്ങളൊരിക്കലും ഇവരെ പിരിക്കരുത്. അയാൾ വിവാഹം ആലോചിച്ച് വന്നാൽ നിങ്ങളത് നടത്തി കൊടുക്കണം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, 3 വിഷയങ്ങളുണ്ട്, അതിൽ കാര്യം തന്നെയാണ്, തമാശയും കാര്യം തന്നെയാണ്. ഇത്രയാണ് ഹദീസുള്ളത്. അപ്പം അതിൽ കാര്യങ്ങൾ ഇത്രയെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നിക്കാഹും ത്വലാഖും അതിനെ മടക്കിയെടുക്കലും, ഇത് 3, അതായത് വിവാഹമോചനം മടക്കിയെടുക്കലും എന്നുള്ള ഈ 3 വിഷയങ്ങൾ, അതിൽ കാര്യം തന്നെയാണ്, തമാശയും കാര്യം തന്നെയാണ്. അതായത് തമാശക്കുള്ളൊരു പരിപാടി ഇല്ലയെന്ന്. ഇപ്പോൾ ത്വലാഖ് ചൊല്ലിയിട്ടും പറയാണ്, ഞാൻ തമാശക്ക് പറഞ്ഞതാണ് അല്ലെങ്കിൽ തമാശക്ക് ചെയ്താന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് കാര്യം തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്. അപ്പോൾ അതിലൊരിക്കലും ഒരു തമാശയായിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത്, അപ്പം അത്രയും ഗൗരവമുള്ളൊരു കാര്യമാണെന്നുള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ്. അത് കഴിഞ്ഞു പിന്നെ പറഞ്ഞു, എന്താ ഇനി അങ്ങനെ തിരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ച് ആദ്യത്തെ ഭർത്താവിനെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാം. അതെങ്ങനെയായിരിക്കണം? ഇവർ പരസ്പരം രണ്ടുപേർക്കും, ഭാര്യയ്ക്കും സമ്മതം ഉണ്ടായിരിക്കണം, ഭർത്താവിനും സമ്മതം ഉണ്ടായിരിക്കണം, രണ്ടുപേർക്കും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാനും ഉദ്ദേശം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു, ഇനി ഒരു കുട്ടി ഉണ്ടെങ്കിലത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഗർഭിണിയായ ഒരവസ്ഥയാണ്, ഇനി ആ സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ ഇതാ തീർന്നു, ഇനി എനിക്ക് നോക്കാൻ പറ്റില്ല എന്നൊരു ഭർത്താവും പറയാൻ പാടില്ല. കുട്ടി ആരുടെയാണോ അയാളുടെ മേലാണ് ആ കുട്ടിയുടെ ഭക്ഷണവും, കുട്ടിയുടെയും ഭാര്യയുടെയും ഭക്ഷണവും വസ്ത്രവും അയാളുടെ മേലാണ് ബാധ്യതയുള്ളത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് കൊടുക്കണം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 കൊല്ലം മുല കൊടുക്കണം എന്നുള്ള കാര്യം ഏതൊരു മാതാക്കളും അറിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ ആൺകുട്ടിക്ക് ഇത്ര, പെൺകുട്ടിക്ക് ഇത്ര, അങ്ങനെയൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് അവരുടെ മാതാക്കൾ പൂർണ്ണമായി 2 കൊല്ലം മുല കൊടുക്കണം. പൂർണ്ണമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ 2 വർഷം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പെൺകുട്ടിയാണെങ്കിൽ 1.5 വയസ്സ് ആകുമ്പോൾ നിർത്താം, ആൺകുട്ടിക്ക് 2 കൊല്ലം, അങ്ങനെയൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രത്യേകം ഈ ആയത്ത് ശ്രദ്ധിക്കുക. യുർലിഅന ഔലാദഹുന്ന എന്നാണ് പറയുന്നത്, അവരുടെ കുട്ടികൾക്ക് അവർ മുല കൊടുക്കുക, ഏത് കുട്ടിയാണെങ്കിലും.
അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇനി എന്താണ്, ഈ സമയത്ത് ഭർത്താവ് അവരുടെ കഴിവനുസരിച്ച് കൊണ്ട് കൊടുക്കുക. ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള ചിലവ് ഇവരാണ് വഹിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഒരാളുടെ കഴിവിൽ പെട്ടതിന് അധികമായിട്ടൊന്നും ചെയ്യേണ്ട. ഒരു ഭാര്യയും അവരാ കഴിവിൽ പെട്ടതിനേലും കൂടുതലായിട്ട് ചോദിക്കാനും പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. ഇനി ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് തീരുമാനിക്കുകയാണ്, കൂടി ആലോചിച്ച് നമുക്ക് നിർത്താൻ മതിയെന്ന്, പാലുകൂടി ഇത്രയും കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തുന്നതിലും തെറ്റില്ല. പക്ഷേ ആ കുട്ടിയുടെ അവകാശമാണ് 2 വർഷം കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഓർക്കണം. എന്തൊക്കെ ജോലിയാണെങ്കിലും, ജോലിയുണ്ട്, തിരക്കുണ്ട്, എത്രയൊക്കെ തിരക്കാണെങ്കിലും കുട്ടിക്ക് 2 വർഷം കൊടുക്കേണ്ട ബാധ്യത ആ മാതാവിനുണ്ട് എന്നുള്ളത് അള്ളാഹുവോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ പറഞ്ഞു, ഇനി മാതാവിന് പറ്റണില്ല എങ്കിൽ ഇവർക്ക് കൂടി 2 പേരും പരസ്പരം കൂടി ആലോചിച്ച് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റും. അങ്ങനെ പാല് കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ മുലകുടി ബന്ധം കൊണ്ട് ഒരു ബന്ധം അവിടെ ഉണ്ടാവണം അല്ലേ. കുടുംബ ബന്ധം പോലെയുള്ളൊരു ബന്ധമാണ് അവിടെ ഉണ്ടാവണത്. വിവാഹം വരുമ്പോഴാണെങ്കിലും ഒക്കെ അല്ലേ. ഇപ്പോൾ ഈ നമ്മൾ 2ാമത് മുല കൊടുക്കുന്ന സ്ത്രീയുടെ കുട്ടികളും ഈ കുട്ടിയും തമ്മിൽ സഹോദര ബന്ധം അവിടെ ഉണ്ടാവുകയാണ് ഈ ബന്ധത്തോടു കൂടി. അപ്പോൾ പണ്ഡിതന്മാർ പറയണത് 2 വയസ്സിനുള്ളിലായി എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടാവണേന്നാണ് പറയണത്. 2 വയസ്സിനുള്ളിലായിരിക്കണം മുല കൊടുക്കേണ്ടത്. അതും 5 പ്രാവശ്യം കുട്ടിക്ക് വയർ നിറയുന്ന അത്രയും പ്രാവശ്യം 5 പ്രാവശ്യം കൊടുത്താലാണ് ഈ മുലകുടി ബന്ധം സ്ഥാപിതമാവുള്ളൂ എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ചിലർ പറയുന്നത് വെറുതെ ഒറ്റ പ്രാവശ്യം കുടിച്ചാലും ആ ഒരു മുലകുടി ബന്ധം വന്നു എന്നാണ്. പക്ഷേ കൂടുതൽ പണ്ഡിതന്മാരും പറയണത് ഇങ്ങനെയാണ്, 5 പ്രാവശ്യം കുടിച്ചിരിക്കണം. ഈ 5 പ്രാവശ്യം കുട്ടിയുടെ വിശപ്പ് മാറത്തക്ക വിധം മുലപ്പാൽ കൊടുത്താലാണ് ആ മാതാവും ഈ കുട്ടിയും തമ്മിൽ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ എന്നാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം കുട്ടീനെ മുല കൊടുക്കാനായിട്ട് ഏൽപ്പിക്കാൻ. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണത്. പിന്നെ ഈ കുട്ടിക്ക് പാല് കൊടുക്കണ സ്ത്രീക്ക് നിങ്ങൾ വേണ്ട രീതിയിലുള്ള പൈസ ചിലവ് നിങ്ങൾ കൊടുക്കണം. അതിലൊരിക്കലും പിശുക്ക് പിടിക്കാനോ ഇനി കൊടുക്കാണ്ടിരിക്കാനോ ഒന്നും പാടില്ല. ഇതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ്, നല്ല ഉപദേശങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ 3 ആയത്തുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്തൊരു ഓഡിയോ നോക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.